ഇന്ന് നമുക്ക് കിഷ്കിന്ധാപുരി എന്ന തെലുങ്ക് ഹൊറർ സിനിമയുടെ കഥ നോക്കിയാലോ. സിനിമ തുടങ്ങുമ്പോൾ 1989 കാലഘട്ടമാണ് കാണിക്കുന്നത്. കിഷ്കിന്ധാപുരി എന്നൊരു നാട്, അവിടെ സ്വർണമയ എന്നൊരു റേഡിയോ സ്റ്റേഷൻ. ആ റേഡിയോ സ്റ്റേഷനിലിരുന്ന് 3-4 പേർ സംസാരിക്കുകയാണ്. അതും അർദ്ധരാത്രി സമയം. നമ്മൾ ചെയ്തത് എന്തു തെറ്റാണെന്നാ തോന്നുന്നത്, ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കവേ തന്നെ അവിടുത്തെ റേഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയും അതിൽ നിന്നും അമാനുഷിക ശക്തിയുടെ ശബ്ദമൊക്കെ പുറത്തേക്ക് വരുന്നു. അത് കേട്ടവർ പേടിച്ച് അവിടെ നിന്ന് ഓടുവാനായി ശ്രമിക്കുന്ന സമയം തന്നെ വാതിലടയുകയാണ്. അതോടുകൂടി ഒരു അമാനുഷിക ശക്തി വന്ന് അവരെ എല്ലാവരെയും കൊന്നുകളയുകയും ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് കഥാനായികയെ മൈഥിലിയാണ്. മൈഥിലിയാണെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഗൈഡാണ്. മൈഥിലി പ്രധാനമായും ചെയ്യുന്നത് ഈ പ്രേത ബംഗ്ലാവുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന് കാണിക്കുക. അതാണ് അവൾ പ്രധാനമായും ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് അവർക്കൊരു ടീം തന്നെയുണ്ട്. എന്നാൽ ഇപ്പോൾ തന്റെ കസ്റ്റമേഴ്സിനെയും കൊണ്ട് മൈഥിലി വന്ന് നിൽക്കുന്നത് ഒരു ഉത്സവം നടക്കുന്ന അമ്പലത്തിലേക്ക്. അവൾ നമ്മുടെ കഥാനായകനായ രാഘവയെ കാത്തു നിൽക്കുകയാണ്. രാഘവയും ഇവരുടെ ടീമിലുള്ള ആളാണ്. എന്നാൽ അതേ ഉത്സവ സ്ഥലത്ത് തന്നെ ഒരു അമ്മ കുരങ്ങ് തന്റെ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാണുന്ന ഒരു കൊച്ചുകുട്ടി അതിനെ വല്ലാതെ ടോർച്ചർ ചെയ്യും. എന്നാൽ അമ്മ കുരങ്ങ് കരുതിയത് തന്റെ കുഞ്ഞിനെ ആ കുട്ടി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുവെന്ന. അതുകൊണ്ട് തന്നെ അമ്മ കുരങ്ങ് ആ കുട്ടിയെ ഓടിക്കുന്നു. അത് കാണുന്ന നാട്ടുകാരെല്ലാവരും ചേർന്ന് അമ്മ കുരങ്ങിനെ കല്ലെറിയുന്നതോ ഒരു കല്ല് തെറിച്ച് ട്രാൻസ്ഫോമറിൽ വന്ന് വീണ് അവിടെ വലിയ തീപിടുത്തമുണ്ടാകും. അതോടുകൂടി എല്ലാവരും പരക്കം പാഞ്ഞ് ഓടുകയായിരുന്നു. അതേ സമയത്തായിരുന്നു നമ്മുടെ കഥാനായകനായ രാഘവയുടെ എൻട്രിയും. രാഘവയെ കണ്ടതും അമ്മ കുരങ്ങ് ഉടനെ തന്നെ രാഘവയെ ഓടിക്കുവാനായും തുടങ്ങി. എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ആ കുട്ടി കുരങ്ങാണെങ്കിലോ തെറിച്ച് നേരെ തീപിടുത്തമുണ്ടായ ഒരു കടയ്ക്കുള്ളിലേക്ക് വീഴുന്നു. അത് കാണുന്ന അമ്മ കുരങ്ങിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. അത് കാണുന്ന രാഘവ തന്റെ ജീവൻ പോലും പണയം വെച്ച് കടയ്ക്കുള്ളിലേക്ക് ചാടി കുട്ടിക്കുരങ്ങിനെ രക്ഷിച്ച് അമ്മയ്ക്ക് കൊടുക്കുന്നു. അമ്മ തന്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നതും. ഇതെല്ലാം കാണുന്ന പൂജാരിയാണെങ്കിലോ രാഘവയെ വിളിച്ചിട്ട് നീ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ ചെറിയൊരു കാപ്പ് കെട്ടി കൊടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് രാഘവ തന്റെ ടീമിനൊപ്പം ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ രാഘവയും മൈഥിലിയും കസ്റ്റമേഴ്സിനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു നാട്ടിലെ തന്നെ ഒരു വലിയ ബംഗ്ലാവിലേക്കാണ് പോകുന്നതും. ബംഗ്ലാവ് ഒറിജിനലാണ്, പക്ഷേ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാ. പ്രേതമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഓരോ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും. ഇതൊന്നും വരുന്ന കസ്റ്റമേഴ്സിന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ വന്ന കസ്റ്റമേഴ്സിന് ആർക്കും അവിടെ ഒരു പ്രേതമുള്ളത് പോലെ ഒന്നും ഫീൽ ചെയ്തതോ പേടിയൊന്നും ഉണ്ടായതോ ഇല്ല. അവരതൊക്കെ പറയുവാനായും തുടങ്ങി. അതിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. ഇത് സ്ഥിരം ഇത് തന്നെയാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നതും. അത് കാരണം മൈഥിലിയുടെയും രാഘവയുടെയും കമ്പനിക്കാണെങ്കിൽ റേറ്റിംഗ് കുറയുവാനായും തുടങ്ങി. അതോടുകൂടി കമ്പനിയുടെ ഓണർ ആണെങ്കിലോ മറ്റൊരു സജഷൻ മുന്നോട്ട് വെക്കുകയാണ്. എന്തെന്നാൽ വരുന്ന കസ്റ്റമേഴ്സ് തന്നെ അവർക്ക് ഇഷ്ടമുള്ള പ്ലേസ് തിരഞ്ഞെടുക്കാം. കിഷ്കിന്ധാപുരിയിലുള്ള ഒരുവിധം എല്ലാ ബംഗ്ലാവുകളുടെയും പേരെഴുതി കൊടുക്കുകയാണ്. അതിൽ സ്വർണമയ റേഡിയോ സ്റ്റേഷനും ഉണ്ടായിരുന്നു. അങ്ങനെ കസ്റ്റമേഴ്സ് എല്ലാവരും തിരഞ്ഞെടുത്തത് സ്വർണമായ റേഡിയോ സ്റ്റേഷനായിരുന്നു. അങ്ങനെ നമ്മുടെ കഥാനായകനായ രാഘവയുണ്ടല്ലോ, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോകുവാനായും തീരുമാനിക്കും. രാഘവയ്ക്കൊപ്പം അടുത്ത വീട്ടിലൊരു കുട്ടിയും കൂടിയുണ്ട്. ഞാനും വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവരോടൊപ്പം ചേരുന്നതും. അങ്ങനെ ഒരു ദിവസം രാത്രി സ്വർണമയ എന്ന ബംഗ്ലാവിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് രാഘവയും പിന്നെ മൈഥിലിയും എത്തുകയാണ്. കൂടെ ആ കുട്ടിയുമുണ്ട്. ബംഗ്ലാവിലേക്ക് എത്തുന്ന സമയത്ത് അവിടുത്തെ വാതിലിൽ എന്തൊക്കെയോ പൂജ ചെയ്ത് തറച്ചിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല വലിയൊരു ശൂലവും ഇരിക്കുന്നുണ്ട്. അതിലൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ രാഘവ ആ ഒരു ശൂലം എടുത്താണ് അവിടുത്തെ പൂട്ട് തല്ലി തകർത്ത് എല്ലാരെയും കൊണ്ട് അകത്തേക്ക് കയറുന്നതും. എന്നാൽ അകത്തേക്ക് കയറിയ സമയത്ത് അവിടെ പേടിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഒന്നും അവർക്ക് അനുഭവപ്പെട്ടതേയില്ല. ഇവിടെ എന്താ പ്രേതമുണ്ടെന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്, എന്നിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അതിന് മറുപടിയായിട്ട് കസ്റ്റമേഴ്സിനോട് രാഘവയും മൈഥിലിയും പറയുന്നത് ഇവിടെ റേഡിയോയ്ക്കുള്ളിലാ പ്രേതമുണ്ടെന്ന് പറയുന്നത്. ചിലപ്പോൾ റേഡിയോയിൽ നിന്നും വല്ല ശബ്ദവും കേൾക്കുമെന്നൊക്കെ അവർ പറയുന്നു. അവരെന്നും ചെയ്യുന്നത് പോലെ തട്ടിക്കൂട്ട് പ്ലാനൊന്നും ഇവിടെ നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രേതമൊന്നും ഇല്ലാന്ന് കരുതി കസ്റ്റമേഴ്സ് എല്ലാവരും പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെയായിരുന്നു റേഡിയോയിൽ നിന്നും അമാനുഷിക ശക്തിയുടെ ശബ്ദം കേൾക്കുന്നതും. അത് കേട്ട് എല്ലാവരും പേടിച്ചു പോവുകയാണ്. 1989 കാലഘട്ടമാണ് അതിൽ ആ ശക്തി പറയുന്നത്.
അത് കേട്ട് പേടിച്ച് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ വന്ന വണ്ടി നിന്ന് കത്തുന്നു. അതോടുകൂടി അവിടെ പ്രേതമുണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞത് സത്യമാണെന്നും അവർ ഉറപ്പിക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഒരു കടയിലെത്തുകയാണ്. കടയിലിരുന്ന് രാഘവ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് ആ കടയിലുണ്ടായിരുന്ന പയ്യൻ ഉടനെ തന്നെ രാഘവയ്ക്ക് അടുത്തെത്തിയിട്ട് പറയും, നിങ്ങൾ ആ ബംഗ്ലാവിൽ പോയിരുന്നു എങ്കിൽ ഉടനെ തന്നെ മഞ്ഞൾ വെള്ളം ഉപയോഗിച്ച് വേഗം പോയി ദേഹം കഴിയിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാണെന്നും ആ ഒരു കുട്ടി പറയുന്നു. അത് കേട്ട് രാഘവ ചോദിക്കും, അത് നിനക്കെങ്ങനെ അറിയാം? എൻ്റെ അമ്മ എന്നോട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ആ പയ്യൻ പറഞ്ഞതും. പയ്യൻ പറയുന്നതൊക്കെ കേട്ടിട്ട് രാഘവയ്ക്കും വല്ലാതെ പേടിയാകും. അടുത്ത ദിവസം രാഘവയ്ക്കൊരു കോൾ വരികയാണ്. എന്തെന്നാൽ അന്ന് രാഘവ കുറച്ചുപേരെ ബംഗ്ലാവ് കാണിക്കുവാനായി കൊണ്ടുപോയില്ലേ, അതിൽ 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. അതും ആരോ കൊന്നതാണ്. 2 പേരുടെയും ഡെഡ് ബോഡി പല കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച് ഒരു സിംബലിന്റെ ഷേപ്പിലാണ് കിടത്തിയിരിക്കുന്നത്. അതെല്ലാം കണ്ട് രാഘവയ്ക്ക് വല്ലാതെ ടെൻഷനാകും. അവർ 2 പേരും മരണപ്പെടാൻ കാരണം എന്നത്തെയും പോലെ അർദ്ധരാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയമായിരുന്നു അത്. 2 പേരും ലോക്കോ പൈലറ്റുമായിരുന്നു. എന്നാൽ പാളം തെറ്റിയതുപോലെ ഒരു ട്രെയിൻ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അത് കണ്ട് എന്താണെന്ന് അവർ നോക്കും. അതേ സമയമായിരുന്നു ഒരു അമാനുഷിക ശക്തി വന്ന് 2 പേരെയും കൊന്നുകളഞ്ഞതും. ഇവരുടെ 2 പേരുടെയും മരണത്തിനും ആ ഒരു ബംഗ്ലാവിനും എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള സംശയം രാഘവയ്ക്കുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ബംഗ്ലാവിലേക്ക് എത്തുകയാണ് രാഘവ. അവിടെ ഒരു മുറിയിലേക്ക് മാത്രം അവരാരും പ്രവേശിച്ചിട്ടില്ല. ആ ഒരു മുറിയിലാണ് 1989 കാലഘട്ടത്തിൽ അവിടെ ജോലി ചെയ്തിരുന്ന കുറെ പേർ മരണപ്പെട്ട് കിടന്നതും. അതും അമാനുഷിക ശക്തിയുടെ ആക്രമണത്തിൽ. ആ ഒരു റൂമിലേക്കാണ് രാഘവ പ്രവേശിച്ചിരിക്കുന്നതും. ആ റൂമിൽ നിറയെ 2 പേരെ കൊന്നിട്ട് ഒരു സിംബലിൽ കിടത്തിയിരുന്നല്ലോ, അതേ സിംബൽ തന്നെയാണ് അവിടെ മാകെ വരച്ചു വെച്ചിരുന്നതും. അത് കാണുന്ന രാഘവയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ടാകുന്നു. 1989 കാലഘട്ടത്തിൽ എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക? ഈ ഒരു ബംഗ്ലാവിന്റെ ദുരൂഹത എന്തായിരിക്കാം? അവിടെ മരണപ്പെട്ട് കിടന്നവർക്കും ആ ഒരു ബംഗ്ലാവിനും എന്തെങ്കിലും ബന്ധമുണ്ടോ? അവിടെ എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം രാഘവയുടെ മനസ്സിലുണ്ടാകുന്നു. എന്നാൽ അത് കേട്ട് മൈഥിലി പറയുന്നത്, ഈ ഒരു സിംബലിനും മരണത്തിന് പിന്നിൽ എന്താണെന്നൊക്കെ കണ്ടെത്തണം, അതിന്റെ രഹസ്യം കണ്ടെത്തണമെന്നും അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു രാഘവ ആ ഒരു ബംഗ്ലാവിൽ നിന്നും പഴയൊരു റേഡിയോ എടുത്തുകൊണ്ടുവന്നിരുന്നു. ആ റേഡിയോയ്ക്കുള്ളിൽ നിന്നും ഒരാളുടെ ശബ്ദം കേൾക്കുന്നു. 1989 കാലഘട്ടത്തില് പറയുന്നത് പോലെയാണ് അവൾ സംസാരിക്കുന്നതും. എന്നിട്ട് പറയുന്നുണ്ട്, 11 പേരിൽ 2 പേർ മരിച്ചു, ഇനി അടുത്തത് വിശ്വനാഥനാണെന്നും ആ ഒരു ശബ്ദം പറയും. അത് കേട്ടതും ഉടനെ തന്നെ രാഘവ വിശ്വനാഥനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിലേക്ക് പോകുന്നു. വിശ്വനാഥനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് രാഘവ ശ്രമിക്കുമെങ്കിലും അതിനു മുൻപ് തന്നെ വിശ്വനാഥൻ മരണപ്പെട്ടിരുന്നു. എങ്ങനെയെന്നാൽ വിശ്വനാഥന്റെ ഭാര്യയായ ഭാഗ്യത്തിന്റെ രൂപത്തിലാണ് അമാനുഷിക ശക്തി എത്തിയതും. എന്നിട്ട് ആ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്നും വിശ്വനാഥനെ താഴേക്ക് തള്ളിയിട്ട് കൊന്നുകളഞ്ഞു. അയാളുടെ രക്തമെല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് അത് ആ ഒരു സിംബൽ രൂപീകരിക്കുകയാണ് ചെയ്തതും. അതോടുകൂടി രാഘവ ഇതിന് പിന്നിൽ എന്താണെന്ന് കണ്ടുപിടിക്കുവാനായും തീരുമാനിച്ചു. രാഘവ കടയിലിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചു പയ്യൻ അവന്റെ അമ്മ പറഞ്ഞു കൊടുത്തതാണെന്ന് പറഞ്ഞ് ബംഗ്ലാവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ മഞ്ഞൾ വെള്ളത്തിൽ കുളിക്കണമെന്നൊക്കെ. അതുകൊണ്ട് തന്നെ ആ പയ്യന്റെ അമ്മയ്ക്കടുത്തേക്കാണ് രാഘവ പോകുന്നതും. ആ ബംഗ്ലാവില് എന്താണ് പ്രശ്നം? അവിടെ ഒരുപാട് പേർ മരിച്ചല്ലോ എന്നവൻ പറയും. ഇതുവരെയും എത്ര പേരാ മരിച്ചതെന്നും ആ കുട്ടിയുടെ അമ്മ ചോദിക്കുന്നു. ഇതുവരെയും 3 പേർ മരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരാണെങ്കിൽ മുൻപ് നടന്ന കുറെ കാര്യങ്ങൾ തുറന്നു പറയും. അതും ബംഗ്ലാവിനെ സംബന്ധിച്ച ദുരൂഹതയാണ്. ഏകദേശം 10-35 വർഷങ്ങൾക്ക് മുൻപ് 1989 കാലഘട്ടം ഈ നാട്ടില് ആദ്യമായിട്ട് റേഡിയോ സ്റ്റേഷൻ വന്നു. ഒരു ദിവസം റേഡിയോ സ്റ്റേഷനിലേക്ക് മേഘവതി എന്നൊരു പെണ്ണ് ജോലിക്കെത്തുകയാണ്. പിന്നീട് ആ പെൺകുട്ടിയുടെ ശബ്ദമായിരുന്നു എല്ലാവരും കേട്ടുകൊണ്ടേയിരുന്നതും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ ഒരു ദിവസം എല്ലാം മാറിമറിഞ്ഞു. മേഘവതി ആത്മഹത്യ ചെയ്തു. മേഘവതി ആത്മഹത്യ ചെയ്ത അതേ ദിവസം രാത്രി തന്നെയാണ് ആ റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന എല്ലാവരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതും. അതിനുശേഷം ആ ഒരു റേഡിയോ സ്റ്റേഷനിൽ എന്തോ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു റേഡിയോ സ്റ്റേഷനെല്ലാം പൂജയും മന്ത്രമൊക്കെ ചെയ്ത് അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തതെന്നും ആ കുട്ടിയുടെ അമ്മ പറയുന്നു. പക്ഷേ രാഘവയ്ക്കൊപ്പം പോയ 11 പേരിൽ 3 പേർ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ്. അതെന്ത് കണക്കാണെന്ന് രാഘവയ്ക്ക് സംശയം തോന്നും. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ഷൂട്ട് ചെയ്തു വെച്ചിരുന്ന ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് ആദിമ ബംഗ്ലാവിലേക്ക് കയറിയ ഓർഡറിനാണ് ഓരോരുത്തർ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതെന്നും രാഘവയ്ക്ക് മനസ്സിലാകുന്നു. വീഡിയോ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് 3 പേർക്കും ശേഷം ആ ഒരു റേഡിയോ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചത് രാഘവയുടെ വീട്ടിനടുത്തുള്ള കൊച്ചുകുട്ടിയായിരുന്നു. ഇനി അടുത്തതായി മരിക്കാൻ പോകുന്നത് ആ കുട്ടിയാണെന്ന് മനസ്സിലാക്കിയ രാഘവ ഉടനെ തന്നെ കുട്ടിയെ രക്ഷിക്കുവാനായിട്ട് അതിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ച ആ ഒരു കുട്ടിയാണെങ്കിലോ എയറിൽ പറന്നുകൊണ്ടേയിരിക്കുന്നു.
എങ്ങനെയെങ്കിലും കുട്ടിയെ രക്ഷിക്കണമെന്നും രാഘവ തീരുമാനിച്ചു. ഉടനെ തന്നെ കഷ്ടപ്പെട്ട് ആ ഒരു കുട്ടിയെ രക്ഷിക്കുകയാണ്. നിന്നെ കൊല്ലാൻ വന്ന ആളിന്റെ രൂപം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് രാഘവ ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ഒരു പേഴ്സ് എടുത്ത് രാഘവയ്ക്ക് കൊടുക്കും. അതിനുള്ളിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതൊരു പയ്യന്റെ ഫോട്ടോയായിരുന്നു. അവനായിരിക്കും ഇതിനെല്ലാം പിന്നിലെന്ന് രാഘവയ്ക്ക് മനസ്സിലായി. ഉടനെ തന്നെ എല്ലാവരെയും കൂട്ടി രാഘവയാണെങ്കിലോ റേഡിയോ സ്റ്റേഷനിലേക്ക് എത്തും. എന്നിട്ട് പറയുന്നുണ്ട്, മറഞ്ഞിരിക്കാതെ നീ പുറത്തേക്ക് വാടാ, ഇത് നീയല്ലേ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് കാണിക്കും. അപ്പോൾ തന്നെ പുക പോലെ വന്നിട്ട് ഒരു രൂപം തെളിയുകയാണ്. ആ രൂപം മറ്റാരുമല്ല, സാൻഡി മാസ്റ്റർ ആയിരുന്നു. എന്നിട്ട് ആ ഒരു രൂപം മറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ രാഘവയുടെ കയ്യിലിരുന്ന ഫോട്ടോ കത്തിപ്പോവുകയും ചെയ്യും. അങ്ങനെ രാഘവയാണെങ്കിലോ അവരെല്ലാവരും റേഡിയോ സ്റ്റേഷനിൽ വന്നപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ എടുത്തോ ആ സാധനങ്ങളെല്ലാം അവിടെ ഇട്ട് കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം രാഘവ നേരെ പോകുന്നത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. 1989 കാലഘട്ടത്തിൽ റേഡിയോ സ്റ്റേഷനിൽ നടന്ന ആ ഒരു സംഭവത്തിന്റെ കേസ് ഉണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് അവൻ ചോദിക്കുന്നതും. എന്നാൽ ആ ഒരു റേഡിയോ സ്റ്റേഷന്റെ പേര് പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും പേടിക്കുവാനായും തുടങ്ങി. പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് ഫയൽ എടുക്കുവാനായിട്ട് പുറത്തു പോകുന്ന സമയം തന്നെയായിരുന്നു സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന ട്രാൻസ്ഫോമറിൽ തീ പിടിക്കുന്നതും. അതോടുകൂടി അവിടുത്തെ കറണ്ട് എല്ലാം പോവുകയാണ്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു രാഘവയെ ആക്രമിക്കുവാനായിട്ട് സാൻഡി മാസ്റ്ററുടെ ആത്മാവെത്തുന്നതും. സാൻഡി മാസ്റ്ററിന്റെ ഇതിലെ പേര് വിശ്രവപുത്ര എന്നാണ്. നമുക്ക് ചുരുക്കി വിസു എന്ന് വിളിക്കാം. അങ്ങനെ വിസുവിന്റെ ആത്മാവാണെങ്കിലോ രാഘവയെ വല്ലാതെ ആക്രമിക്കും. രാഘവ തന്റെ കയ്യിലിരുന്ന ടോർച്ച് എടുത്ത് അടിച്ചു നോക്കുകയാണ്. ആരാടാ നീ, പുറത്തേക്ക് വാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ടോർച്ചിന്റെ വെട്ടം കണ്ടതും ടോർച്ച് അടിക്കരുത്, അത് ഓഫ് ചെയ് എന്നൊക്കെ ആത്മാവ് പറയുന്നു. സത്യത്തിൽ രാഘവ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ടോർച്ചായിരുന്നു അത്. ടോർച്ചിന്റെ വെട്ടം കണ്ടതും പേടിച്ച് വിസുവിന്റെ ആത്മാവ് അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നു. അതേസമയം തന്നെയായിരുന്നു കഷ്ടപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ കേസ് ഫയൽ എടുത്തുകൊണ്ടുവന്ന് രാഘവയുടെ കയ്യിൽ കൊടുക്കുന്നതും. കേസ് ഫയലൊക്കെ നോക്കിയിട്ട് രാഘവയും മൈഥിലിയും നേരെ പോകുന്നത് മേഘവതിയുടെ വീട്ടിലേക്കാണ്. ആ റേഡിയോ സ്റ്റേഷനിൽ ആദ്യമായിട്ടൊരു സ്ത്രീ ജോലിക്ക് വന്നില്ലേ, അവളാണ് മേഘവതി. മേഘവതിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മേഘവതിയുടെ അമ്മയാണെങ്കിലോ മൈഥിലിയെ കണ്ടതും തന്റെ മകളാണ് വരുന്നതെന്ന് കരുതി ഓടി വരികയാണ് മൈഥിലിയുടെ അടുത്തേക്ക്. മേഘവതിയുടെ മരണശേഷം മേഘവതിയുടെ അമ്മയുടെ സമനില തെറ്റിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നും അച്ഛൻ പറയുന്നു. അതേസമയം തന്നെ രാഘവയാണെങ്കിലോ അവിടെ ആകെ അന്വേഷിക്കും. വിസുവിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് നോക്കുകയാണ്. അപ്പോഴാണ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാണുന്നതും. അതിൽ വിസുവും ഉണ്ടായിരുന്നു. ഇവൻ ആരാന്ന് ചോദിക്കുമ്പോൾ ആരാണെന്നൊന്നും അറിയത്തില്ല. ഇവനെ കുറിച്ച് അറിയണമെങ്കിൽ ആ ടീച്ചറിനോട് ചോദിച്ചാൽ മതിയെന്നും മേഘവതിയുടെ അച്ഛൻ പറയുന്നു. അങ്ങനെ ഉടനെ തന്നെ ഗ്രൂപ്പ് ഫോട്ടോയുമായിട്ട് രാഘവയും മൈഥിലിയും നേരെ പോകുന്നത് ടീച്ചറിന്റെ അടുത്തേക്കാണ്. ഇവനെ അറിയുമോ എന്ന് ടീച്ചറിനോട് ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറയും. സത്യത്തിൽ ഈ വിസു ഒരു ഗ്രഹണ സമയത്ത് ജനിച്ച കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധി വളർച്ചയുമില്ല, കാലിനും കൈക്കുമൊക്കെ ശേഷി കുറവുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛനാണെങ്കിൽ അവനെ ഒട്ടും ഇഷ്ടമേയല്ല. അച്ഛൻ അവനെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അച്ഛന്റെ ഉപദ്രവത്തെ പേടിച്ച് അമ്മ ഈ ടീച്ചറിന്റെ അടുത്ത് അവനെ കൊണ്ടുവന്നാക്കി. അതിനുശേഷം വിസു വളർന്നതെല്ലാം ടീച്ചറിനൊപ്പം നിന്നായിരുന്നു. അങ്ങനെ വളർന്ന് അവൻ വലിയൊരു പയ്യനായി. ആ സമയത്തായിരുന്നു കിഷ്കിന്ധാപുരിയിലേക്ക് പുതിയൊരു റേഡിയോ സ്റ്റേഷൻ വരുന്നത്, സ്വർണമയ. റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചത് മേഘവതിയുടെ കാമുകനായിട്ടുള്ള വാലികുമാറും കൂട്ടുകാരുമായിരുന്നു. റേഡിയോ സ്റ്റേഷൻ വന്ന ഉടനെ തന്നെ റേഡിയോ ജോക്കിക്ക് വേണ്ടിയിട്ടുള്ള ഓഡീഷനും ആരംഭിച്ചു. ശബ്ദം റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുക എന്നതായിരുന്നു ടാസ്ക്. അത് കാണുന്ന വിസു ആണെങ്കിലോ തന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു. വിസുവിന് നല്ല താല്പര്യമുണ്ടായിരുന്നു. അവന്റെ ശബ്ദം ആണുമല്ല പെണ്ണുമല്ല, അതിനിടയിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ശബ്ദമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ സെലക്ട് ആവുകയും ചെയ്യുന്നുണ്ട്. അവൻ ഈ ഒരു കാര്യം അമ്മയോട് പറയും. നിന്റെ ശബ്ദം ലോകം മുഴുവൻ കേൾക്കുന്നതിന് എനിക്ക് സന്തോഷമാണെന്നാണ് അമ്മ പറഞ്ഞതും. എന്നാൽ ആ ഒരു സന്തോഷം അധികം പോയില്ല. എന്നാൽ അടുത്ത ദിവസം വിസു കാണുന്നതോ മേഘവതി എന്ന പെൺകുട്ടിയാണ് സ്വർണമയ റേഡിയോ സ്റ്റേഷനിലെ റേഡിയോ ജോക്കി എന്ന് പോസ്റ്റർ അടിച്ചൊട്ടിച്ചിരിക്കുന്ന കാഴ്ചയാണ്. അത് കണ്ടതും വിസു ജീവിതമേ തകർന്നു പോയി. അവന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവിടെ ജോലി ചെയ്യണമെന്ന്. എന്നാൽ അതും ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണല്ലോ. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതായി പോയതാണ് വിസുവിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചതും. അതുകൊണ്ട് തന്നെ സ്വർണമയ റേഡിയോ സ്റ്റേഷനിലേക്ക് അവനത് ചോദിക്കുവാനായും എത്തി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് അവനെ കൊന്നുകളഞ്ഞു എന്നാണ് ടീച്ചർ പറയുന്നതും. അതെല്ലാം കേട്ടിട്ട് അവന് വലിയ കണക്ഷനൊന്നും കിട്ടുന്നതേയില്ല. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷനിലാണ് ടീച്ചറിന്റെ അടുത്ത് നിന്നും മൈഥിലിയും രാഘവയും ഒക്കെ തിരികെ പോകുന്ന വഴിയിൽ അവരുടെ കാറിന് മുന്നിലേക്ക് ഒരു പട്ടി എടുത്ത് ചാടുകയാണ്. പട്ടി ഇടിച്ചു തെറിപ്പിക്കും. എന്താണ് സംഭവിച്ചതെന്ന് ഇറങ്ങി നോക്കുന്ന സമയത്ത് അവരെത്തിപ്പെട്ടതോ ഒരു ശ്മശാനത്തിലേക്കും. അവർ നിൽക്കുന്നത് ഒരു സമാധിക്ക് മുന്നിലാണ്. അത് മറ്റാരുടെയുമല്ല, ഏത് ടീച്ചറിന്റെ അടുത്താണോ അവർ വന്നത് ആ ടീച്ചറിന്റെ സമാധിയായിരുന്നു. ടീച്ചർ മരണപ്പെട്ടിട്ട് വർഷങ്ങളായി. അപ്പോൾ അവർ കണ്ടത് വിസുവിന്റെ ആത്മാവ് ടീച്ചറിന്റെ രൂപത്തിൽ വന്നതായിരുന്നു. അതേസമയം തന്നെ വിസുവിന്റെ ആത്മാവ് അവരുടെ മുന്നിലേക്കും വരുന്നു. അത് കണ്ട് പേടിച്ച് അവരാണെങ്കിൽ
അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനായി നോക്കുന്ന സമയത്തായിരുന്നു മൈഥിലി കാല് തെന്നി തറയിലേക്ക് വീണതും. അതോടുകൂടി അവളുടെ കയ്യിലിരുന്ന ടോർച്ച് മുടങ്ങി പോവുകയാണ്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കാറിൽ കയറി രക്ഷപ്പെടുവാനായി നോക്കുന്ന സമയത്തായിരുന്നു ഓപ്പോസിറ്റ് വന്ന ലോറി അവരുടെ കാറിനെ ഇടിച്ചു തെറിപ്പിക്കുന്നതും. അടുത്ത ദിവസം മൈഥിലി കണ്ണു തുറക്കുന്നത് ഹോസ്പിറ്റലിലും. മൈഥിലിക്ക് ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നാൽ രാഘവയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. രാഘവയാണെങ്കിലോ എന്തിനാ ഈ വിസുവിന്റെ ആത്മാവ് നമ്മളെ ഇങ്ങനെ പിന്തുടരുന്നത് എന്ന ചിന്തയായി. മാത്രവുമല്ല ഈ കാര്യങ്ങളെല്ലാം അവൻ കൂടുതലായിട്ട് അന്വേഷിക്കുന്ന സമയത്തായിരുന്നു വിസു റേഡിയോ സ്റ്റേഷനിൽ പോയതിനു ശേഷം 12 ദിവസം കഴിഞ്ഞാണ് വിസു മരിച്ചത്. അപ്പോൾ ഇതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കൺഫ്യൂഷനും അവനുണ്ടാകുന്നു. എന്നാൽ വിസുവിന്റെ ആത്മാവിന് രാഘവയെ എത്ര കൊല്ലുവാനായി ശ്രമിച്ചിട്ടും നടക്കുന്നതേയില്ലല്ലോ. ഒരുപാട് ശ്രമിച്ചു, എന്നിട്ടും രാഘവയ്ക്ക് മാത്രം ഒന്നും സംഭവിക്കുന്നില്ല. ആക്സിഡന്റ് ഉണ്ടാക്കി നോക്കി, എന്നിട്ടും മരിച്ചതേയില്ല. അതിന് പിന്നിലെ കാരണം എന്തെന്നാൽ രാഘവയുടെ കയ്യിൽ ഒരു കാപ്പ് കെട്ടിക്കൊടുത്തല്ലോ ഒരു പൂജാരി. ആ ഒരു കാപ്പ് കിടക്കുന്നത് കൊണ്ടാണ് അവനൊന്നും സംഭവിക്കാതെ അവൻ രക്ഷപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ താൻ നേരിട്ട് വന്നിട്ട് കൊല്ലാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ വിസു ആണെങ്കിലോ നേരെ മൈഥിലിയുടെ ദേഹത്തേക്ക് പ്രവേശിച്ചു. മൈഥിലി ആണെങ്കിലോ വിസു പ്രവേശിച്ചതും ഒരു പ്രേതത്തെ പോലെയായി ഒരു കത്തിയെടുത്ത് രാഘവയെ കുത്തി കൊല്ലുവാനായിട്ട് നോക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ രാഘവ തന്റെ കയ്യിൽ കിട്ടിയ സിറിഞ്ച് ഉപയോഗിച്ച് മൈഥിലിയെ മയക്കി കിടത്തുന്നു. ഇനി ആകെ അരമണിക്കൂർ മാത്രമേ അവൾ മയങ്ങിക്കിടക്കൂ. അതിനു മുൻപായിട്ട് ഇതിന് പിന്നിൽ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണമെന്നും രാഘവ തീരുമാനിക്കുന്നു. അങ്ങനെ രാഘവ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അവിടെ ഇരിക്കുന്ന ഓക്സിജൻ സിലിണ്ടർ കാണുന്നതും. അതേസമയം തന്നെ അവന്റെ മനസ്സിൽ ഒരു കാര്യം ഓർമ്മ വരും. ഇവർ റേഡിയോ സ്റ്റേഷനിൽ പോയ സമയത്ത് അവിടെ എന്തിന്റെയോ സിലിണ്ടർ കിടക്കുന്നത് അവൻ കണ്ടിരുന്നു. ആ സിലിണ്ടറിൽ ഒരു പേരും എഴുതിയിരുന്നു. ആ പേരുള്ള സിലിണ്ടർ അവസാനം രാഘവ കണ്ടെത്തും. ആ സിലിണ്ടർ സപ്ലൈ ചെയ്ത ആളിനെ കണ്ടെത്തുകയാണ്. അത് മറ്റാരുമല്ല, മേഘവതിയുടെ കാമുകനായിട്ടുള്ള വാലികുമാറിന്റെ സഹോദരനാണ്. വാലികുമാറിന്റെ സഹോദരനെ കണ്ടെത്തി അടിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്താണ് കുറെ കാര്യങ്ങൾ അയാൾ തുറന്നു പറയുന്നതും. സത്യത്തിൽ വിസുവിനെ ഓഡിഷനിൽ സെലക്ട് ഒന്നും ചെയ്തില്ലായിരുന്നു, മേഘവതിയായിരുന്നു സെലക്ട് ചെയ്തതും. എന്നാൽ അതുകൊണ്ട് തന്നെ വിസുവിന് വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. മേഘവതി തന്റെ സൗന്ദര്യം കാണിച്ചാണ് എല്ലാവരെയും മയക്കിയതെന്നാണ് വിസു കരുതിയതും. അതുകൊണ്ട് തന്നെ മേഘവതിയെ പിടികൂടിയ വിസു ആണെങ്കിലോ അവളുടെ വസ്ത്രമെല്ലാം മുരിഞ്ഞിട്ട് അവളെ പുറത്തേക്ക് ഓടിച്ചു. അങ്ങനെ അവൾ പുറത്തു വരുന്നത് നാട്ടുകാരെല്ലാവരും കണ്ടു. വസ്ത്രമൊന്നുമില്ലാതെ നാട്ടിലൂടെ ഓടിയാണ് തന്റെ വീട്ടിലേക്ക് മേഘവതി എത്തിപ്പെട്ടതും. വിസുവിനാണെങ്കിലോ താൻ ആഗ്രഹിച്ചത് കിട്ടാത്തതിന്റെ ദേഷ്യവും. നാട്ടുകാർക്ക് മുന്നിലെല്ലാം നാണം കെട്ട മേഘവതിയാണെങ്കിൽ തന്റെ വീട്ടിലേക്ക് ഓടി വരികയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ വാലികുമാറിനും കൂട്ടുകാർക്കും ദേഷ്യം വരും. വാലികുമാറും കൂട്ടുകാരും ചേർന്ന് വിസുവിനെ പിടിച്ചുകൊണ്ടുപോയി ഒരുപാട് തല്ലി ചതയ്ക്കും. എന്നാൽ 2 ദിവസം കഴിഞ്ഞതും നാട്ടുകാർക്ക് മുന്നിലെല്ലാം നാണം കെട്ടത് കൊണ്ട് തന്നെ മേഘവതി ആത്മഹത്യ ചെയ്തു. അതും കൂടി ആയതോടുകൂടി വാലികുമാറിന്റെ സമനില തെറ്റി. വിസുവിനെ പിടിച്ചുകൊണ്ടുപോയി സ്വർണമയ റേഡിയോ സ്റ്റേഷനിൽ പൂട്ടിയിടുകയാണ്. എന്നിട്ട് അവനെ പിടിച്ച് കെട്ടിയിടും. വാലികുമാർ പറയുന്നുണ്ട്, ഇവൻ ഒരിക്കലും സാധാരണ മരണം പാടില്ല, ഇവൻ ഒരുപാട് ദ്രോഹിച്ചിട്ട് വേണം അവനെ കൊല്ലാനെന്നും വാലികുമാർ പറയുന്നു. അങ്ങനെ എല്ലാവരും അവനെ പിടിച്ച് കെട്ടിയിടുകയാണ്. അതിനുശേഷം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാതകവും തുറന്നുവിടുന്നു. ആ വാതകത്തിന്റെ പ്രത്യേകത ഒരിക്കലും ഉറങ്ങുവാനായി സാധിക്കില്ല, കണ്ണ് തുറന്നു തന്നെ ഇരിക്കും. അതിനുശേഷം അവർ ചെയ്യുന്നത് എന്തെന്നാൽ ഒരു ടോർച്ച് സെറ്റ് ചെയ്യുകയാണ്. അതും വിസുവിന്റെ മുഖത്തിന് നേരെ, കണ്ണിലാണ് ആ ഒരു വെട്ടമടിക്കുന്നതും. വിസുവിന്റെ കണ്ണിന് നേരെ ടോർച്ച് അടിച്ചു വെക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് വിസുവിന്റെ ആത്മാവിന് ടോർച്ച് അടിക്കുന്നത് വല്ലാത്ത പേടിയും. അങ്ങനെ ഒരു 12 ദിവസം അവൻ ക്രൂരമായിട്ടുള്ള നരകയാതനകളെല്ലാം അനുഭവിച്ച ശേഷമാണ് മരണപ്പെട്ടതും. വിസുവിന്റെ ഡെഡ് ബോഡിയെ കൊണ്ടുവന്ന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് കുഴിച്ചിട്ടതും. സത്യത്തിൽ ഈ വിസു അവന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലേ ഇത്രയും ചെയ്തു കൂട്ടിയതെന്നും രാഘവ ചോദിക്കുമ്പോൾ രാഘവയെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമായിരുന്നു വാലിയുടെ സഹോദരൻ പറഞ്ഞതും. എന്തെന്നാൽ വിസുവിനെ കുറിച്ച് അയാൾ അന്വേഷിച്ച സമയത്ത് വിസുവിന്റെ അമ്മ അവന്റെ ജനനത്തോടു കൂടിയും മരിച്ചുപോയി എന്നുള്ള കാര്യം അറിഞ്ഞു. അതിനുശേഷം അവന്റെ അച്ഛൻ അവനെ ഒരുപാട് ദ്രോഹിക്കുമായിരുന്നു. എന്നാൽ അമ്മയില്ലാത്ത സങ്കടം അവൻ മറക്കുന്നത് എങ്ങനെയെന്നാൽ ജീവനില്ലാത്ത ഓരോ വസ്തുക്കളോടും അവൻ സംസാരിക്കുമായിരുന്നു. അവസാനം അവൻ സംസാരിക്കുന്നത് ഒരു കണ്ണാടിയോടാണ്. ആ കണ്ണാടിയിൽ അവൻ അവന്റെ അമ്മയുടെ രൂപം കാണുവാനായും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ ആ ഒരു കണ്ണാടിയെ തന്റെ അമ്മയായി കരുതി. അതിനുശേഷം അമ്മയോട് സംസാരിക്കും പോലെ കണ്ണാടിയോട് സംസാരിക്കും. എവിടെ പോയാലും കണ്ണാടിയും കൂടെ കൊണ്ടുപോകും എന്നുള്ളതൊക്കെ നമ്മളെ കാണിക്കുന്നുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം പുറത്തു വരാനായിട്ട് എന്താണ് വഴിയെന്ന് രാഘവ വാലിയുടെ സഹോദരനോട് ചോദിക്കുമ്പോൾ റേഡിയോ സ്റ്റേഷനിൽ ഒരുപാട് മരണങ്ങൾ നടന്നതിൽ പിന്നെ ഒരു സ്വാമി വന്ന് പൂജ ചെയ്ത് റേഡിയോ സ്റ്റേഷൻ ലോക്ക് ചെയ്തു. ആ ഒരു സ്വാമിയെ പോയി കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കിട്ടുമെന്നും വാലിയുടെ സഹോദരൻ പറയും. അങ്ങനെ രാഘവയും കൂട്ടരും നേരെ പോകുന്നത് സ്വാമിയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. സ്വാമിയാണെങ്കിലോ രാഘവയുടെ കൈ പിടിച്ച് നോക്കിയിട്ട് കുറച്ച് കഥകൾ പറയുകയാണ്. അതും ഇത്രയും കേട്ടതുപോലെയല്ല,
ഒരു വ്യത്യസ്തമായൊരു കഥയായിരുന്നു. എന്തെന്നാൽ വിസുവിന്റെ കയ്യിൽ എപ്പോഴും ആ ഒരു കണ്ണാടി ഉണ്ടാകുമല്ലോ, അവന്റെ അമ്മയായി കരുതുന്ന കണ്ണാടി. ആ കണ്ണാടിയും കൊണ്ടാണ് അവൻ സ്വർണ്ണമയ റേഡിയോ സ്റ്റേഷനിലേക്ക് പോയതും. അവിടെ വെച്ചാണല്ലോ അവനെ പിടികൂടി അവരെല്ലാവരും കൊന്നുകളഞ്ഞതും. അതിനുശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്ന് കുഴിച്ചിടുകയും ചെയ്തു. കണ്ണാടി എപ്പോഴും റേഡിയോ സ്റ്റേഷനുള്ളിലുമായിരുന്നു. അതിനുശേഷം ഒരു അമാനുഷിക ശക്തി വന്നാണ് വാലിയെയും കൂട്ടുകാരെയും എല്ലാം കൊന്നുകളഞ്ഞതും. അതോടുകൂടി ഒരു സ്വാമി വന്ന് പൂജ ചെയ്ത് റേഡിയോ സ്റ്റേഷൻ ബന്ധിക്കുകയും ചെയ്തു. അതിനുശേഷം വിസുവിന്റെ ആത്മാവിന് അകത്തേക്ക് പ്രവേശിക്കുവാനേ കഴിഞ്ഞില്ല. എന്നാൽ രാഘവ തന്റെ കസ്റ്റമേഴ്സിനെയും കൊണ്ട് സ്വർണ്ണമയ റേഡിയോ സ്റ്റേഷൻ കാണിക്കാൻ വന്നപ്പോഴാണ് ബന്ധിച്ചു വെച്ചിരുന്ന ആ ഒരു തകിടെല്ലാം അവൻ വലിച്ചെടുത്ത് ദൂരെ കളഞ്ഞതും ആ ഒരു റേഡിയോ സ്റ്റേഷൻ ഓപ്പൺ ആക്കിയതും. എന്നാൽ അതിനുള്ളിൽ കയറിയ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ ആ ഒരു കണ്ണാടി കിട്ടുകയുണ്ടായി. അവർ പേടിച്ചലറിയ സമയത്ത് അവരുടെ കയ്യിൽ നിന്നും കണ്ണാടി താഴെ വീണ് പൊട്ടി. എന്നാൽ അവശേഷിച്ച ഒരു ഭാഗമാണ് രാഘവയുടെ കയ്യിൽ കിട്ടിയതും. അവൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞതോടുകൂടി അതും നശിച്ചു പോയി. അതാണെങ്കിൽ വിസു കാണുകയുണ്ടായി. അവന്റെ അമ്മയായി കരുതിയ കണ്ണാടിയെ ഇവരെല്ലാവരും നശിപ്പിച്ചത് കൊണ്ട് ആദ്യം ആരൊക്കെയാണ് അവിടെ പ്രവേശിച്ചത് ഓരോരുത്തരെയായിട്ട് കൊല്ലുവാനായും തുടങ്ങി. കണ്ണാടി നശിപ്പിച്ചത് കൊണ്ടാണ് ഇവരെ ഓരോരുത്തരെയും കൊല്ലുവാനായിട്ടും വിസു തീരുമാനിച്ചത് എന്നുള്ള കാര്യവും സ്വാമി രാഘവയോട് പറയും. വിസുവിന്റെ ആത്മാവിനെ തളയ്ക്കാൻ ഇനി എന്താണ് വഴിയെന്ന് രാഘവ സ്വാമിയോട് ചോദിക്കുന്ന സമയത്ത് സ്വാമി പറയും, അതിനൊരു വിദ്യയുണ്ട്. വിസു ആഗ്രഹിക്കുന്ന, മോഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം കൊണ്ടുവരണമെന്ന്. അങ്ങനെ പൂജ ചെയ്യുവാനായും തീരുമാനിക്കുകയാണ്. രാഘവ ആദ്യം പോയത് വിസുവിനെ കുഴിച്ചിട്ട ആ ഒരു റെയിൽവേ ട്രാക്കിലേക്കാണ്. കുഴി തോണ്ടി നോക്കുന്ന സമയത്ത് അവിടെ നിന്നും ഒന്നും കിട്ടിയതുമില്ല. അങ്ങനെ വിസുവിന്റെ വീട്ടിലേക്ക് എത്തി. അവിടെ ഒരു ചെസ് ബോർഡ് ഉണ്ടായിരുന്നു. വിസു ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ചെസ്സിനോടൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ചെസ് ബോർഡ് എടുത്തുകൊണ്ടുവന്ന് കൊടുക്കും. ഇനി അടുത്തതായിട്ട് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം, അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്യണമെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ റേഡിയോ സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്ന ടവറിൽ വലിഞ്ഞു കയറി അതിന്റെ സിഗ്നൽ ബോക്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ട് അവനെ പേടിപ്പിക്കുന്ന കാര്യം, അങ്ങനെയുള്ളത് എന്താണെന്ന് അവർക്ക് കണ്ടെത്തുവാനേയും കഴിഞ്ഞില്ല. മൈഥിലിയെ വെച്ചാണ് പൂജ ചെയ്തുകൊണ്ടേയിരുന്നതും. മൈഥിലിയാണെങ്കിൽ വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ മൈഥിലി രാഘവയെ കൊല്ലുവാനായും ശ്രമിക്കുന്നു. അവളുടെ കൈ രാഘവയുടെ കയ്യിൽ തൊട്ടതും അവൾക്ക് മാറ്റം വരുവാനായും തുടങ്ങി. എന്തെന്നാൽ രാഘവയുടെ കയ്യിൽ കാപ്പ് കിടക്കുന്നുണ്ടല്ലോ. അത് മനസ്സിലാക്കിയ രാഘവ തന്റെ കയ്യിലെ കാപ്പഴിച്ച് അവളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു. അതോടുകൂടി മൈഥിലിയുടെ ദേഹത്തുള്ള വിസുവിന്റെ ആത്മാവ് രാഘവയുടെ ദേഹത്തേക്ക് പ്രവേശിച്ചു. രാഘവയുടെ ദേഹത്ത് പ്രവേശിച്ചതും അവനെ മറ്റൊരു ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നതും. എന്നുവെച്ചാൽ അവന്റെ ശരീരത്തിൽ കടന്നു കൂടിയിട്ട് അവന്റെ മൈൻഡിനെ മുഴുവനായിട്ട് മാറ്റി അവനെ കൊന്നുകളയുക എന്നതായിരുന്നു വിസുവിന്റെ ലക്ഷ്യവും. അതിനു വേണ്ടിയിട്ട് വിസു ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ മൈഥിലിയാണെങ്കിലോ അവൻ നിന്റെ മൈൻഡിനെ മാറ്റുവാനായി നോക്കുകയാണ്. നീ അതുകൊണ്ട് തന്നെ അവനെതിരായി പോരാടണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട രാഘവയാണെങ്കിലോ വിസുവിന്റെ വലയിൽ വീഴാതെ അവൻ അവന്റെ രീതിയിൽ പോരാടുകയാണ്. അവസാനം വിസുവിനെ അവൻ തോൽപ്പിക്കുകയാണ് ചെയ്തതും. അതേസമയം മൈഥിലി കാപ്പെടുത്ത് രാഘവയുടെ കയ്യിൽ കൊടുത്തു. കാപ്പ് കാണുന്നതും വിസു പേടിക്കുവാനായും തുടങ്ങി. അവനെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം കാപ്പാണെന്നും രാഘവയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സ്വാമിജിയുടെ കയ്യിൽ കാപ്പ് കൊടുക്കുകയാണ്. ഇത്രയും കളക്ട് ചെയ്ത സാധനങ്ങളെല്ലാം കൂടി അവർ കൂട്ടിയിട്ട് കത്തിക്കുന്നതോടുകൂടി വിസുവിന്റെ ആത്മാവാണെങ്കിൽ സ്വാമിജി കയ്യിൽ കരുതിയിരുന്ന ഒരു കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ആ ഒരു കുപ്പിക്കുള്ളിൽ വെച്ച് വിസുവിന്റെ ആത്മാവിനെ സ്വാമിജി ബന്ധിക്കുന്നു. അങ്ങനെ എല്ലാ പ്രശ്നവും സോൾവ് ആയിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത് രാഘവയും മൈഥിലിയും എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോറിൻ കൺട്രിയിലേക്കാണ് എത്തിയിരിക്കുന്നതും. അവരാണെങ്കിൽ ഈ വിസുവിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയല്ലോ, ഇനി നമ്മളൊന്നും പേടിക്കണ്ട എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ എല്ലാം സോൾവ് ആയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, വേറെന്തോ ഇതിന് പിന്നിലുണ്ടെന്നും രാഘവ പറയുന്നു. എന്നിട്ട് രാഘവ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കണ്ണാടിയിൽ കൂടി അവൻ അവന്റെ അമ്മയെ കണ്ടു എന്ന് പറയുന്നു. ആ കണ്ണാടിയെ അവന്റെ അമ്മയായിട്ടാണ് അവൻ കരുതിയിരുന്നത്. അവന്റെ മുന്നിൽ മാത്രം എങ്ങനെ അവന്റെ അമ്മ പ്രത്യക്ഷപ്പെടുന്നു? അപ്പോൾ ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഇല്ലേ എന്നും രാഘവ പറയും. അപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നതും. സത്യത്തിൽ അന്ന് വിസു കണ്ണാടി എടുത്ത് നോക്കുന്ന സമയത്ത് അവന്റെ അമ്മയുടെ രൂപത്തെ കണ്ടില്ലേ? സത്യത്തിൽ ആ കണ്ണാടിക്ക് പിന്നിലായിട്ട് അവന്റെ അമ്മയുടെ ആത്മാവ് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ മരണശേഷം എപ്പോഴും അമ്മയുടെ ആത്മാവ് അവനൊപ്പം ഉണ്ടായിരുന്നു. അന്ന് വിസുവിനെ റേഡിയോ സ്റ്റേഷനിൽ വെച്ച് എല്ലാവരും ചേർന്ന് കൊന്നു കുഴിച്ചു മൂടിയപ്പോൾ അന്ന് രാത്രി തന്നെ വിസുവിനെ കൊന്നവരെ എല്ലാവരെയും ഒരു അമാനുഷിക ശക്തി വന്ന് കൊന്നുകളഞ്ഞല്ലോ. അത് സത്യത്തിൽ വിസുവിന്റെ അമ്മയാകാനാണ് സാധ്യത എന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നതും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.